10 വർഷത്തെ പിണറായി ഭരണം കഴിഞ്ഞപ്പം ഏറ്റവും അധികം വലിയ തൃശങ്കുവിൽ പെട്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സർവീസ് സംഘടനകളാണ്. അതായത് CPM അനുകൂല സർവീസ് സംഘടന. ഇപ്പോൾ CPIയുടെ ജോയിൻറ്റ് കൗൺസിൽ പോലെയുള്ള സംഘടനകൾക്ക് പോലും ഇല്ലാത്ത അത്രയും ബുദ്ധിമുട്ടിൽപ്പെട്ട് കിടക്കുന്നത് NGO യൂണിയനാണ്. അതുപോലെ തന്നെ അവരുടെ തന്നെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന CPM അനുകൂല സംഘടനകൾ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷം ഇവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും വേണ്ട. സർക്കാർ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്താലും സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചാലും ഇതെല്ലാം കേട്ട് അവിടെ നിശബ്ദരായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ജോലി. വല്ലപ്പോഴും ഇവർ കേന്ദ്രത്തിനെതിരെ ഒരു സമരം ചെയ്യുമായിരുന്നു. സർക്കാരിനെതിരെ ഒരു സമരവും ചെയ്തില്ല. സർക്കാർ എന്ത് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിച്ച് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കൊണ്ട് അവർക്ക് 10 വർഷത്തെ അവരുടെ അസ്വസ്ഥത കഴിഞ്ഞ ദിവസം കൊണ്ട് അവർ പ്രകടമാക്കി എന്നുള്ളതാണ്. ഒറ്റ ഒരു ദിവസം കൊണ്ട്, അതായത് ഇപ്പം സ്ഥലം മാറ്റം പ്രഖ്യാപിച്ചതാണ് അവരെ അസ്വസ്ഥരാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ സ്ഥലം മാറ്റം അത് സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഭൂരിപക്ഷവും ഇവർക്കെതിരെ ഉള്ളതാണ്. 10 വർഷം നീയൊക്കെ മിണ്ടാണ്ടിരുന്നില്ലേ, കണ്ണാക്കിൽ ഒട്ടിപ്പോയോ എന്നൊക്കെയാണ് അതിന് വന്നിരിക്കുന്ന കമൻറ്റുകൾ മുഴുവൻ അത്തരത്തിലുള്ളതാണ്. അതുകൂടാണ്ട് മുഖ്യമന്ത്രി VD സതീശനും അവർക്ക് ഈ സ്ഥലം മാറ്റ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല, ഉറപ്പായിട്ടും ഉണ്ടാകും, തയ്യാറെടുത്തിരുന്നോളാനും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാം. അതായത് 2020 മുതലുള്ള DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 20,000 കോടിക്കും 30,000 കോടിക്കും ഇടയിൽ അതിന് ചിലവ് വേണ്ടി വരും, അത്രയും കൊടുത്തു തീർക്കാനായിട്ട്. അപ്പം ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു ധനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, ഇത് ഗഡുക്കളായിട്ട് കൊടുക്കും DA കുടിശ്ശിക, അതല്ലെങ്കിൽ PF ലയിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതൊന്നും അത് ചെയ്തിട്ടില്ല. ഈ DA കുടിശ്ശികയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ ഈ NGO യൂണിയൻ പോലെയുള്ള സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരിപ്പം സർക്കാരിനെതിരെ സമരവുമായി രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ ഈ സമര പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഈ NGO യൂണിയൻ്റെ ഓരോ ജില്ലാതല ഭാരവാഹികളും അതുപോലെ സംസ്ഥാന ഭാരവാഹികളും അവർ ഫേസ്ബുക്ക് പേജുകളിലും ഈ NGO യൂണിയൻ്റെ ജില്ലാ പേജുകളിലും എല്ലാം പൊതുവായിട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ അടിയിൽ വന്ന് മൊത്തം ആൾക്കാരും കമൻ്റ് ഇടുന്നത് ഇവർക്കെതിരാണ്. ഇവർക്ക് മറുപടിയില്ല. എന്ന് വെച്ചാൽ ഈ 10 വർഷം ഉണ്ടായിരുന്നില്ലേ, അടിമകളായിരുന്നു, അടിമ ജീവിതമായിരുന്നു. ഇപ്പം ഇവർ ഈ 10 വർഷത്തെ പ്യൂപ്പ ജീവിതത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ചിത്രശലഭം ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പ്യൂപ്പയായിട്ട് പുഴുവ അങ്ങനെ വന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഇപ്പം അവർ തോട് പൊട്ടിച്ച് വെളിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴവർക്ക് നേരം വെളുത്ത്. ഇവർ ഈ കഴിഞ്ഞ 10 വർഷം എന്തിനീ കഴിഞ്ഞ ഏപ്രിൽ വരെ വേണ്ടാത്ത സാധനമല്ല അവർക്ക് ഇപ്പം, അതും ഈ 2 മാസം കൊണ്ട്, ഈ 2 മാസം കൊണ്ട് വേണം. അതുകൊണ്ടാണ് ഇന്നലെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗം VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ സെക്രട്ടേറിയറ്റിൽ ഈ സർവീസ് സംഘടന, കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് കണ്ടിട്ട് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് തമാശയാണെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ 10 വർഷം ഇല്ലാത്തതെല്ലാം തന്നെ ഈ 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ് ഈ പറയുന്ന പോസ്റ്ററിലൊക്കെ ഉള്ളത്. അപ്പോൾ VD സതീശൻ പറഞ്ഞ പോലെ തന്നെ തമാശ എന്നതിനേക്കാൾ അവർ അതിനകത്ത് വേറൊന്നും കാണാനില്ല. അതെ, ഈ അദ്ദേഹം പറഞ്ഞ തിരുവാതിര കളിയും 2 വർഷമായിട്ട് കാരണഭൂതം പാട്ടും ഒക്കെ ആയിട്ട് ഒരാളെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും ഇരിക്കുന്നു, ഇപ്പം ഇവിടെ ഭരണം മാറിയപ്പോൾ ഞങ്ങളെ സ്ഥലം മാറ്റുന്നതെന്ന് പറഞ്ഞ് ഇവർ നിലവിളിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, എല്ലാവരെയും സ്ഥലം മാറ്റാനുള്ളവരെ എല്ലാം മാറ്റിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആളായിട്ടിരിക്കും, അല്ലേ എല്ലാവരെയും മാറ്റും. സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും നടപടി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഒരു സംഗതി. കമന്റുകൾ എന്തൊക്കെയാണ് ശരിക്കും? കമന്റുകൾ അതിൽ ഭൂരിപക്ഷം ചോദിക്കുന്നത് 10 വർഷം നീ ഇരുന്ന് വേറെ ഇറങ്ങിയില്ല എന്നാ ചോദിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ നിനക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാനും പറ്റുന്നുണ്ട്. 10 വർഷം നിങ്ങൾ ഇതുപോലെ എത്ര എണ്ണത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ട് സ്ഥലം മാറ്റി നിങ്ങളൊക്കെ ചെയ്ത ക്രൂരത എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം തന്നെ പോകുമെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു ഇതിൽ അനുകൂല കമന്റുകൾ വരുന്നത് ഈ പറയുന്ന NGOയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയും ഇതിനകത്തെല്ലാം തന്നെ അവരെ തെറി വിളിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന ശമ്പള പരിഷ്കരണം വന്നിരിക്കുന്നത് എനിക്ക് 2019 മെയ്യിലാണ് വന്നത്. അതെ, അടുത്ത ശമ്പള പരിഷ്കരണം നടത്തേണ്ട സമയം കഴിഞ്ഞു. 2025 ഇതിൽ വരേണ്ടതാണ്. 25-ലാണോ 24-25 എങ്ങാണ്ട് വരണം. 5 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് വരുന്നത്. അപ്പോൾ അതൊന്നും ഇവർക്ക് വേണ്ടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, കേന്ദ്രത്തിനെതിരെ അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നുണ്ട്. ഇവർ ഓരോ പോഷക സംഘടനകളും, ഇപ്പം
KSDA ആണെങ്കിൽ PM ശ്രീക്കെതിരെ, അതുപോലെ അന്ന് മിണ്ടിയിട്ടില്ല, ഇപ്പോഴാണ് മിണ്ടുന്നത്. പിന്നെ NGO യൂണിയൻ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഒക്കെ സമരം ചെയ്യും. ഇപ്പം ജസ്റ്റ് പറഞ്ഞ പോലെ സ്ഥലം മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഓരോ NGO യൂണിയൻകാരുടെ ഒരു രീതി, അല്ലെ CPIയുടെ സർവീസ് അങ്ങനെയായ ജോയിൻറ്റ് കൗൺസിലുകാരുടെ ഒരു രീതി, ഇവർ വന്നു കഴിയുമ്പം ഇവരുടെ യൂണിയനിൽ പെടാത്തവരെ എല്ലാം ഇവർ ഓടിച്ചിട്ട് സ്ഥലം മാറ്റും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ പാവപ്പെട്ട ഈ ജീവനക്കാർ അവർ NGO അസോസിയേഷൻ്റെ ആൾക്കാരായിരിക്കും, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനയുടെ ആൾക്കാരായിരിക്കും, അവരെ നേരെ ഇതിലേക്ക് ചേരും. പിന്നെ ഇവരുടെ പിരിവ് വലിയ പിരിവാണ്. ഈ NGO യൂണിയൻകാരെയൊക്കെ പിരിവെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇവർക്ക് പിരിവാണ്. പിന്നെ ഇത് ഒറ്റ ഒരെണ്ണം നേതാക്കന്മാർ ഒറ്റ ഒരെണ്ണം ഓഫീസുകളിൽ കാണത്തില്ല. ഇവർക്ക് ആർക്കും ജോലി ചെയ്യണ്ട. ഈ കമന്റുകളിൽ കൂടുതലും ഈ പറയുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇവർ ഈ കമന്റ് ബോക്സിലും വന്നിരിക്കുന്നത്. ഇവര് ജോലി സമയത്ത് വന്നിട്ട് ഒരു ഓഫീസിലോട്ട് കയറി വെച്ച്, ഓരോ ഓഫീസിലും ഇവരുടെ ഫ്രാക്ഷൻ ഉണ്ട്, ഇവിടോട്ട് കയറി വെച്ച് ഇവർ ഈ ജോലി നടക്കുന്നതിനിടയ്ക്ക് എല്ലാ ജീവനക്കാരെയും എണീപ്പിച്ച് അവിടെ നിർത്തിക്കൊണ്ട് ഇവരുടെ ഒരു പ്രസംഗം, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് പ്രസംഗം ഇവരുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വരെ വിധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനം നടത്തണമെങ്കിൽ നിങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞ് നിങ്ങൾ നടത്തിക്കൊള്ളുക, അല്ലാതെ ഓഫീസിൽ വരുന്നത് യൂണിയൻ പ്രവർത്തനം നടത്താൻ വേണ്ടി അല്ല എന്നുള്ളത് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ പരിപാടി എന്താണ്, രാവിലെ വരുന്നു, ഇവർ യൂണിയൻ നേതാക്കൾ ഇങ്ങനെ കറങ്ങി അടിക്കും, 5 പൈസയുടെ ജോലി ചെയ്യത്തില്ല, 5 പൈസയുടെ ജോലി ചെയ്യത്തില്ല. അപ്പം ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇതിനോട് അനുബന്ധിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം കണ്ണൂർ കളക്ടറേറ്റിന് സമീപത്ത് ഇതുപോലെ ഇടതനുകൂല സംഘടന അവർ പറയുന്ന പോലെ റോഡിന് നടുവിൽ പന്തൽ കെട്ടിക്കൊണ്ട് അവർ ഇതുവരെ എന്താണ് അവർ ചെയ്തിരുന്നത്, വീക്ക്നെസ്, അതായത് ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് എന്തും ആകാന്നുള്ള ഒരു ധാരണ ഇത്ര ഇടതനുകൂല സംഘടനകൾക്കെല്ലാം ഉണ്ട്. അപ്പൊ അത്തരത്തിലായിരുന്നു അവർ കഴിഞ്ഞ ദിവസം പന്തൽ കെട്ടി, മുമ്പ് ചെയ്തിരുന്നതിന്റെ ശീലമായിരിക്കണമല്ലോ, അത് അത്തരത്തിൽ അവർ റോഡിൽ നടുവിൽ കെട്ടി ഇന്നലെ ആയാലും വന്ന് പോലീസ് അത് അഴിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും പതിയെ ഇളക്കം തട്ടി മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അവരങ്ങ് ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ യൂണിയൻകാരുടെ ഒരു പ്രശ്നം, ഇവന്മാർ ഇവരെന്നല്ല LDFൻ്റെ ഏത് സംഘടന, അല്ല CPMൻ്റെ ഒരു സംഘടന, അവർക്ക് റോഡ് കയ്യേറി പന്തൽ കെട്ടണം എന്നുള്ള അവരുടെ ഒരു വീക്ക്നെസ് ആണ്. പത്തനംതിട്ടയിൽ എന്ത് സമരം നടന്നാലും, ഇപ്പം 2 രാപകൽ സമരമാണെന്ന് വെച്ചു, ഇവർ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഓമല്ലൂരിനുള്ള റോഡുണ്ട്, കോളേജ് റോഡ്, അവിടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ, ആ റോഡ് കംപ്ലീറ്റ് ഇവർ കയ്യേറും. എന്നിട്ട് ഇതിന് കുറുകെ പന്തലിടും, ഇതിൻ്റെ നടുക്ക് കസേര നിരത്തും, എന്നിട്ട് അവരവിടെ സമ്മേളനം നടത്തും. വണ്ടികളൊക്കെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോക്കണം, ഒന്നുകിൽ പോസ്റ്റ് ഓഫീസ് പിന്നെ പോലീസ് സ്റ്റേഷൻ റോഡ് വഴി പോക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോലീസ് വേണമെങ്കിൽ തിരിച്ചു വിട്ടണം. ഇതാണ് ഇവരുടെ ഒരു രീതി. അത് ഞാൻ ഒരിടത്തെ കഥയാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തൊക്കെ എന്താ പരിപാടി, ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. അത് ഇവരുടെ എന്തോ അവകാശം പോലാണ്. ഞങ്ങൾ ഈ തിരക്കേറിയ റോഡിന് കുറുകെ ഞങ്ങൾ പന്തലിട്ട് സമരം നടത്തും എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തെ ഇവർ വെല്ലുവിളിച്ചാണ് ഇവരുടെ മുന്നോട്ടുള്ള പോക്ക്. അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഈ സ്ഥലം മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നവർക്ക്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയുണ്ട്. ഇയാളെ ഈ സർക്കാർ കയറിയ പുറകെ ഇയാളെ ഇവിടുന്ന് എടുത്ത് വയനാട്ടിൽ നട്ടി. അപ്പോൾ ഇയാൾക്ക് എന്താ വിരമിക്കാനുണ്ട്, 7 മാസമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ ട്രിബ്യൂണൽ സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രിബ്യൂണലിൽ സർക്കാർ കൊടുത്ത മറുപടി എന്താണ്, പൃഥ്വിരാജിനെ വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാണ്, അദ്ദേഹത്തിൻ്റെ സേവനം വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം വയനാട്ടിൽ തന്നെ ഇരുന്നോട്ടെ. പിണറായിയുടെ വിശ്വസ്തനായിരുന്നു. ഈ ശംഖുമുഖത്തെ ആ വിമാനത്തിൽ പിണറായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയത് ഇയാളാണ്. പിന്നെ ഈ നാട്ടിലുള്ള സകലമാന പോലീസുകാരെ ദ്രോഹിച്ച് ഇയാൾ ആ ഇടതു ഭരണകാലത്ത്, പിണറായി വിജയന്റെ ഭരണകാലത്ത് 10 വർഷം അയാൾ ഈ നാട്ടുകാരെയും പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും മൊത്തം ദ്രോഹിച്ച ഒരാളാണ്. അയാളെ ഇപ്പം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് സ്വാഭാവിക നടപടിക്രമമാണ്. 10 വർഷമായിട്ട് ഒരിടത്ത് തന്നെ കുറ്റിയടിച്ചിരിക്കുന്നു, അയാളെ എടുത്ത് അങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചെന്നപ്പോൾ ട്രിബ്യൂണലിൽ ഇരിക്കുന്നവർക്ക് കാര്യം മനസ്സിലായി, ഇതാണ് സംഭവം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ 10 വർഷം ഇല്ലായിരുന്ന പ്രതികരണശേഷി സർക്കാർ ജീവനക്കാർക്കിടയിൽ ഉയർന്നിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ, ഈ 10 വർഷത്തെ കുത്തിയിരിപ്പ് കാരണം ഇവരെ ആർക്കും ഒരു വിലയില്ല. ഇപ്പം ഇവരെത്ര മസിൽ പിടിച്ചാലും ഒരാൾക്കും ഭയമില്ല. ഇവരെന്തോ ചെയ്യാനാണെന്നാണ് അവർ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടുന്ന ഓരോ പോസ്റ്റിനും അടിയിലും ഇവരിടുന്ന ഓരോ കമൻറ്റിനടിയിലും എല്ലാവരും വന്നു. പക്ഷേ ചില യൂണിയന്റെ ചില പേജുകൾ കമന്റ് ബോക്സ് പൂട്ടി വെച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഉണ്ടായിരുന്നു, അതായത് ഇത് കണ്ടിട്ട് തമാശയാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന കണ്ടിട്ടാണ് അതിനെതിരെ ഇവർ പോസ്റ്റ്, അത് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ആണ് ഇവര്
പൂട്ടിയിട്ടിരിക്കുന്നത്. അത് ഇവർക്ക് തന്നെ അറിയാം, അത് വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ടായിരിക്കും കിട്ടുക എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിലും ബിനീഷ് കോടിയേരി ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭീഷണി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതും ഈ പറയുന്ന പോലെ, പക്ഷേ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ഇതുപോലെ തന്നെ പൊങ്കാലയുടെ തുടങ്ങി വരികയാണ് അതിനുള്ളിൽ. കാരണം ഇവർക്ക് പറ്റിപ്പോയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 10 വർഷം ഇവർക്ക് കാണിക്കാവുന്നതിന്റെ പരമാവധി ഇവർ കാണിച്ചു. ഇപ്പൊ കോൺഗ്രസ് സർക്കാർ കയറിയിട്ട് അവരും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവർക്ക് വിമർശിക്കാൻ അനുവാദമില്ല. എന്താണ് ഈ 10 വർഷം ഉണ്ടായിരുന്നുകൊണ്ട് ഇവർക്ക് വിമർശിക്കാനോ സമരം ചെയ്യാനോ അനുവാദമില്ല. ഇവരുടെ സമരങ്ങൾ അടക്കം ഇങ്ങനെ പൊളിഞ്ഞു പോകും ഈ ഒരു കാരണം കൊണ്ട് തന്നെ. ഇത് ഒരു മേഖലയിൽ നിന്നല്ല, എല്ലാം. ഇപ്പൊ പിണറായി വിജയൻ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ അപ്പോൾ അതിനടിയിലത്തെ കമന്റ് ബോക്സ് നോക്കി. അങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടി രക്ഷയ്ക്കെത്താൻ സഖാക്കൾ 10 കമന്റ് വീതം ഇടണം എന്ന് പറഞ്ഞിട്ടൊരു തിട്ടൂര് അവർ ഇറക്കിയത്. ഇതിപ്പം മറ്റൊന്നുമില്ല ഇതിനകത്തെ കാര്യം. 10 വർഷം കൊണ്ട് ചെയ്യാവുന്ന കൊള്ളരുതാഴിയെ മുഴുവൻ ചെയ്തു വെച്ചു. അത് ജനത്തിനെ വെറുപ്പിക്കുകയും ചെയ്തു. അതായത് ഇവരുടെ സ്വന്തം യൂണിയൻകാരെ വരെ ഇവർ വെറുപ്പിച്ചു എന്നുള്ളത്. ഇപ്പൊ NGO യൂണിയനകത്ത് ഏതാണ്ട് പകുതിയിലേറെ ആൾക്കാരും ആ യൂണിയൻ എതിരാണ്. ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ഇവരുടെ ശമ്പളം പിടിക്കുന്നു. എന്തിനാ? സാലറി ചലഞ്ച് എന്നും പറഞ്ഞ് ശമ്പളം പിടിച്ചില്ലേ? ശമ്പളം പിടിച്ച കൂട്ടത്തിൽ നേതാക്കന്മാർക്കെല്ലാം ഈ പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇവര് പിന്നെ വിചാരിച്ചു നമ്മളെ മാത്രം അങ്ങനെ പിടിച്ചാൽ പോരല്ലോ, അണികളുടെയും പിടിക്കണ്ടേ. എന്നിട്ട് ഈ പിരിച്ചതിൽ നിന്ന് സക്കീർ ഹുസൈനെ പോലുള്ള നേതാക്കൾ കൈയിട്ട് വരികയും ചെയ്തു. അപ്പൊ ഈ സാലറി ചലഞ്ച് നേതാക്കന്മാരെല്ലാം ചാടി കയറി സാലറി അങ്ങ് കൊടുത്തു. കാരണം ഇവർക്ക് വേറെ വരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ചുമ്മാ അങ്ങ് അവരുടെ സാലറി എടുത്ത് കൊടുക്കും. ഇതൊന്നും ഇല്ലാതെ പാവപ്പെട്ട അപ്പാവികളായിട്ടുള്ള ജീവനക്കാരെയാണ് സാലറി ചലഞ്ച് വലച്ചത്. അങ്ങനെയാണ് അവർ കോടതിയിൽ പോയത്. കോടതിയിൽ പോയിട്ടാണ് ഈ അവസാനം ഇത് സാലറി ചലഞ്ച് നിർബന്ധമാക്കിയ നടപടി കോടതി ഓടിച്ചു, കണ്ടം വഴി ഓടിച്ചു. അപ്പോൾ അതിനുശേഷമാണ് ഈ കൊടുക്കാത്തവരെ തെരഞ്ഞു പിടിച്ച് ഇവർ പണിയാൻ തുടങ്ങി. ഈ സാലറി ചലഞ്ചിനെതിരെ പറയുന്നവരെ പണിയാൻ തുടങ്ങി, കൊടുക്കാത്തവരെ പണിയാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരെ ദോഹിക്കുന്ന ഒരു ഇടപാടിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം യൂണിയൻകാരെ വരെ ഇവർ വെറുപ്പിച്ച് ഒരു പരുവമാക്കി. അങ്ങനെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം വാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ അത് കണ്ടപ്പോൾ എനിക്കൊരു പഴയ ഒരു സിനിമാ ഡയലോഗ് കൂടി ഓർമ്മ വന്നു. പിൻഗാമിയിലെ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചില ഉച്ചാളി രാഷ്ട്രീയക്കാരെ പോലെയല്ല എന്ന് പറഞ്ഞ് ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ സ്ഥലം മാറ്റി കളയൊന്നല്ല. എനിക്ക് അത്തരത്തിൽ പെട്ടെന്നൊരു സാമ്യം തോന്നിയ ഒരു സംഭാഷണമായിരുന്നു അതേപോലെ. അദ്ദേഹം വളരെ സരസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കാരണഭൂതം പാട്ടും പാടി തിരുവാതിരയൊക്കെ കളിച്ച് നടന്നവരല്ലേ, എന്തായാലും സ്ഥലമാറ്റം ഉണ്ടാവും. നമ്മൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ സതീശൻ ചുമ്മാ നമ്മൾ ഈ വെറും ഒരു രാഷ്ട്രീയ വൈരാഗ്യം എന്നല്ല അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്തരത്തില് ഉള്ള എന്താണ് സ്തുതിപാഠകർക്ക് അതിനുള്ള അനുസരിച്ച് കൊടുക്കുന്നുള്ളത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പറഞ്ഞത്, ഇവരുടെ കാലത്ത് നമ്മളുടെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ദ്രോഹിച്ചിരുന്നു, അതിന് എന്തായാലും പകരം ചോദിക്കാതെ ഈ സർക്കാർ പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അധികാരത്തിലേറ്റപ്പോഴേ പറഞ്ഞിരുന്നു നമ്മുടെ ആൾക്കാരെ അനുഭവിച്ചതിന്റെ അത് ഇനി അങ്ങനെ ചെയ്താൽ പോലും ഇവിടുത്തെ ജനത്തിന് അത് താല്പര്യമാണ്. ഇവരതുപോലെ ജനങ്ങളെ വെറുപ്പിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. കാരണം 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ അവസ്ഥയാണ് ഈ ഇങ്ങനെ ഒരു അധോഗതി എന്ന് നമുക്ക് പറയാം. എന്ത് പോസ്റ്റ് ഇട്ടാലും എന്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കഴമ്പുള്ളതാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങളോ സർവീസ് സംഘടനകളോ വിവിധ മേഖലയിലുള്ള ആൾക്കാരോ ആരും തയ്യാറാകുന്നില്ല. വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഈ 10 വർഷത്തെ ഭരണം.